നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. അശാസ്ത്രീയ തീരദേശ ഹൈവേക്കെതിരെ UDFന്റെ ആദ്യ സമരം എറിയാട് നിന്ന് ആരംഭിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി നടത്തുന്ന അനിശ്ചിതകാല ധർണയുടെ 75 ദിവസം നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഗ്രാമപഞ്ചായത്ത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കയ്യേറിയെന്ന് ആരോപിച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ സമരം. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് വാർഡ് 19 ചേലക്കര പ്രദേശത്തെ തന്റെ ഭൂമി കയ്യേറിയെന്ന് ആരോപിച്ച് ഒറ്റയാൾ നിൽപ്പ് സമരം നടന്നത്. കളച്ചാട്ടി രാധാകൃഷ്ണൻ എന്നയാളാണ് ഒറ്റയാൾ സമരം നടത്തിയത്. ദേശീയപാതയിൽ ചിറങ്ങര സിഗ്നൽ ജംഗ്ഷനിൽ ടോറസ് ലോറി സ്കൂട്ടറിലിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. അങ്കമാലി വേങ്ങൂർ മടത്തിപ്പറമ്പിൽ ഷാജുവിന്റെ ഭാര്യ ഷിജിയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന മകൻ രാഹുലിന് ഗുരുതരമായി പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ 11:30 അപകടം. മൺസൂൺ കാല ട്രോളിംഗ് നിരോധന നിയമങ്ങൾ ലംഘിച്ചും വ്യാജ കളർ കോഡ് അടിച്ചതുമായ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള യാനങ്ങൾ പിടികൂടി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ്. ചാവക്കാട് ബ്ലാങ്ങാട് കടപ്പുറത്ത് കൂട്ടമായി എത്തിയ വള്ളങ്ങളാണ് കേന്ദ്ര സർക്കാർ നിഷ്കർച്ച പച്ച കളർ കോഡ് മാറ്റി കേരള യാനങ്ങൾക്ക് അനുവദിച്ച നീല കളർ കോഡ് അടിച്ച് കേരള വള്ളങ്ങൾ എന്ന വ്യാജേന മത്സ്യബന്ധനത്തിന് ഒരുക്കിയത്. പെരിങ്ങൽകൂത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ 2 ഷട്ടറുകൾ 1 അടി വീതമാണ് തുറന്നത്. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഡാമിലെ പരമാവധി സംഭരണ ശേഷിയായ 424 അടി വരെ എത്തിയതോടെയാണ് ഡാമിന്റെ ഷട്ടറുകൾ ഓരോ അടി വീതം തുറന്നത്. മഴ കനത്തതോടെ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കയ്പമംഗലം ബോട്ട് കമ്പനിക്കടവ് റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാകുന്നു. റോഡിലെ കുണ്ടിലും കുഴിയിലും വെള്ളം നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കനത്ത മഴയിലും കാറ്റിലും മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. കുഴൂർ പാറപ്പുറം തറയപ്പറമ്പിൽ രാജേഷിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. ശക്തമായ മഴയ്ക്കൊപ്പമുണ്ടായ കാറ്റിൽ വീട്ടുപറമ്പിൽ നിന്നിരുന്ന പ്ലാവ് കടപുഴകി വീടിന്റെ മേൽക്കൂരയിൽ പതിക്കുകയായിരുന്നു. LDF കള്ളരേഖകൾ ഉണ്ടാക്കുന്നുവെന്ന് BJP ആരോപണം. കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടു ചേർക്കലും നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട് കള്ളരേഖകൾ സൃഷ്ടിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിയുമായി LDF. അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലിഹായുടെ ദുക്രാന തിരുനാൾ ജൂലൈ 3 ബുധനാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 1 വൈകിട്ട് 5:30 തിരുനാളിന് കൊടിയേറും. മാളക്കോട്ടക്കൽ സെന്റ് തെരേസസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബൈക്ക് റാലിയും മാരത്തോൺ ഓട്ടവും സംഘടിപ്പിച്ചു. വടമയിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി മാള SI CK സുരേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.